ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മാതാവ് എനിക്ക് തന്ന എൻ്റെ ആദ്യത്തെ അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹങ്ങളും കുറച്ച് വിഷമങ്ങളുമാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ബാംഗ്ലൂർ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നഴ്സിംഗ് ജീവിതത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മാതാവിനോട് കൂടുതൽ വിശ്വാസമൊക്കെ വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ നഴ്സിംഗ് തേർഡ് ഇയർ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് ഇയറിലെ കഴിഞ്ഞ ദിവസം മെയിൻ എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം പ്രാക്ടിക്കലിന് ഒരു ഇൻറ്റേർണലും ഒരു എക്സ്റ്റേണലും മാമും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തവണ വന്ന എക്സ്റ്റേണൽ മാം ഭയങ്കര വഴക്കൊക്കെ പറയുന്നൊരു മാം ആണെന്നാണ് പിള്ളേരൊക്കെ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചൊക്കെ കയറിയത്, ദൈവമേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാണ് കയറിയത്. ഈസി ആയിട്ട് വൈവയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണേ എന്ന് കരുതി. എന്നിട്ട് വൈവ തുടങ്ങി. എൻ്റെ ഓരോ റോൾ നമ്പർ വൈസ് വെച്ച് വൈവയ്ക്ക് കയറി. അങ്ങനെ എൻ്റെ മുമ്പേ കയറിയ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വഴക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം കണ്ട് എനിക്ക് ടെൻഷൻ അടിച്ച്, ഞാൻ ഒന്നാമത്തെ ടെൻഷനുള്ള ഒരാളാണ്. ആ ടെൻഷൻ വെച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് മാത്രം അവിടെ നിന്നു. അങ്ങനെ എൻ്റെ റോൾ നമ്പറായി. പിന്നെ ഒരു കാര്യം, ഈ പ്രാക്ടിക്കലിൽ ഞങ്ങൾക്ക് മോതിരങ്ങളോ അങ്ങനെ കയ്യിൽ ചെയിനോ ഒന്നും ഇടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പേ കയറിയ കുട്ടികളുടെ കയ്യിലും ചെയിനും, ഈശോയുടെ ചെയിനും മോതിരവും കൊന്ത എല്ലാം പിടിച്ചുകൊണ്ടാണ് കയറിയത്. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാനും ആ ഒരു ടെൻഷനിൽ ഞാനും അങ്ങ് കയറി. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ ഞങ്ങളുടെ എക്സ്റ്റേണലും ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആയിട്ടൊരു ഇൻറ്റേർണൽ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുമുണ്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ എൻ്റെ കൃപാസന മാതാവിൻ്റെ മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു മോതിരം പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ധൈര്യത്തിൽ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഓരോ ആൻസർ. അങ്ങനെ ചോദിക്കുന്നിടയ്ക്കാണ് ഈ എക്സ്റ്റേണൽ മാം എൻ്റെ കയ്യിൽ ഈ കൃപാസന മാതാവിൻ്റെ മോതിരം കാണുന്നത്. ഉടനെ ആ മാം എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. പ്രിൻസിപ്പൾ അതറിഞ്ഞ് പ്രിൻസിപ്പൾ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, നന്നായിട്ട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ മോതിരം ഇങ്ങ് തരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞില്ല, പക്ഷെ ഞാൻ ആ മോതിരം പിടിച്ചുകൊണ്ടായിരുന്നേ. എന്നിട്ട് ആ സാർ ആ മോതിരം വാങ്ങി. ആ മോതിരം പിന്നെ ആ സാറ് ചെയ്തത്, ആ മോതിരം വലിച്ചെറിയുന്നത് ഞാൻ കണ്ടേ. സാർ ആ മോതിരം വലിച്ചെറിയുന്ന ആ സ്പോട്ടിൽ തന്നെ എനിക്ക് എന്തൊക്കെയോ നമ്മുടെ കൂടെ ധൈര്യം തന്നിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ കൂടെ അങ്ങ് വിട്ടു പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നിയത്. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ മേല, എന്ത് ഞാൻ പറയണോ, ആ സമയത്ത് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോയ പോലെ എനിക്ക് തോന്നി. ഉടനെ സാർ എന്നോട് ഗെറ്റ് ഔട്ട് അടിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിയത്. ഉടനെ തന്നെ ഞാൻ ഫോൺ എടുത്ത് മമ്മീനെയും പപ്പേനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഉടനെ മമ്മിയും പപ്പയും പറഞ്ഞു, സാരമില്ല, മാതാവിൻ്റെ മോതിരമല്ലേ, നമുക്കിനി വേറെ വാങ്ങാം. മാതാവ് കൂടെ ഉണ്ടല്ലോ, മാതാവിൻ്റെ മോതിരമല്ലേ പോയുള്ളൂ, മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ചിലപ്പോൾ മാതാവ് എന്നെ രക്ഷിച്ചതായിരിക്കും, കുറേ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ രക്ഷിച്ചതായിരിക്കും എന്നൊക്കെ അവരെന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷെ ആ ഒരു ദിവസം ഫുൾ എൻ്റെ മൈൻഡിൽ അതായിരുന്നു. കാരണം ആ മോതിരം സാറ് വലിച്ചെറിഞ്ഞു, എങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഞാനവിടെ ഫുൾ നോക്കി. ആ എക്സാം കഴിഞ്ഞ് സാറൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ പോയി നോക്കി അവിടെ. പക്ഷേ ആ മോതിരം അവിടെ എങ്ങും ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ അത് സാറിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. എൻ്റെ തെറ്റ് തന്നെയാണ്, കാരണം പ്രാക്ടിക്കലിന് വിയർ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എല്ലാവരും അങ്ങനെ വിയർ ചെയ്തു, ചെയിനൊക്കെ വിയർ ചെയ്തു, മോതിരംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങനെ ശ്രദ്ധിച്ചില്ല. മോതിരം ഇട്ട് കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തു. അവർ പിടിച്ച ഉടനെ തന്നെ ഞാൻ ആ മോതിരം ഊരുകയും ചെയ്തു. ഒരു കൈ പിടിച്ചു, പിന്നെ ഞാൻ ഇട്ടില്ല. പക്ഷെ അതാ സാറ് പിന്നെ വലിച്ചെറിയുന്ന കണ്ടപ്പോഴേ എൻ്റെ എല്ലാം പോയി. ഞാനീ പറഞ്ഞത് സാക്ഷ്യമായിട്ടല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ദുഃഖം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു. കാരണം മാതാവിനെ വിശ്വസിച്ചാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നതും. മാതാവിൻ്റെ കൂടെ തന്നെയുണ്ട്, നമ്മളെല്ലാവരും കൂടെ മാതാവുണ്ട്. അപ്പോൾ ആ മാതാവ് പെട്ടെന്ന് നമ്മുടെ കൂടെ ഒരു മോതിരമായിരുന്നു. ആ മോതിരം വാങ്ങാൻ പോയപ്പോൾ ഇതുപോലെ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, പലർക്കും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്തു, മാതാവ് എൻ്റെ കൂടെ പോയി എന്നൊക്കെ. പിന്നെ അത് എൻ്റെ മമ്മിയും പപ്പയൊക്കെ പറഞ്ഞു, അങ്ങനെ മാതാവ് പോവുകയില്ല, മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, മാതാവ് ഒരു മോതിരമാണ് ആ പോയത്, അന്നോർത്ത് നീ ഇങ്ങനെ വിഷമിക്കേണ്ട, മാതാവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ വചനം എടുത്തു. ഓരോ വചനം എടുക്കുമ്പോഴും മാതാവ് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് കിട്ടുന്ന വചനങ്ങൾ ഓരോന്നും മാതാവ് എൻ്റെ സാഹചര്യം വെച്ച് എന്നോട് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും എന്നോട് ഇങ്ങോട്ട് മാതാവ് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അത് കണ്ടതും എൻ്റെ വിഷമമൊക്കെ പോയി. കാരണം എൻ്റെ കൂടെ മാതാവുണ്ട്, എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് നമ്മളെല്ലാവരും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ടായാലും വിഷമിക്കാതിരിക്കുക.
മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവും. ഓരോരോ അനുഭവങ്ങൾക്കും ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങൾക്കും മാതാവ് തക്കതായ സമയത്ത് ഓരോരോ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാൻ ഇതുപോലെ ഒരു സ്പീച്ച് പറയുന്ന ആളോ അങ്ങനെയൊന്നും അല്ല. എൻ്റെ നോർമലായിട്ടുള്ള എൻ്റെ ഓരോ അനുഭവങ്ങളുമാണ് ഞാനീ പറയുന്നത്. സാധാരണ നമ്മളെങ്ങനെ പറയുന്നു അതുപോലെ തന്നെയാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇടുന്ന പോലെ അങ്ങനെയൊന്നും പറയാനോ ഒന്നും അറിയില്ല. എൻ്റെ നോർമലായിട്ടുള്ള രീതിയിലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ.